നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നമുക്ക് നോക്കാം. വരും ആഴ്ചകളിൽ വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,003 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം? അതിന് മുൻപ് തന്നെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട് ആയിട്ട് ഇത് മാനേജ് ചെയ്യേണ്ട രീതി മനസ്സിലാവും. കഴിഞ്ഞ ദിവസത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയും നമുക്ക് കിട്ടും. അപ്പോൾ നിഫ്റ്റിയില് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. നെക്സ്റ്റ് വീക്ക് മുതൽ തന്നെ റെഗുലർ ആയിട്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ വീഡിയോ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ലെവലിലാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. തുടക്കത്തിൽ തന്നെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിരുന്നു. കാരണം ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലായിരുന്നു നിഫ്റ്റിയിൽ ഒരു ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. താഴ്ത്തു വന്നാലും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് വീണ്ടും അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓരോ സിറ്റുവേഷനും നമ്മൾ വളരെ കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. കാരണം അത് അത്രയും മാർക്കിനെ അനലൈസ് ചെയ്തിട്ട് അത്രയും ഒരു പെർഫെക്റ്റ് ലെവൽ നോക്കിയിട്ട് നൽകുന്നതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ആയാലും ഈ ഒരു ലെവലിൽ നിന്നായാലും ബൗൺസ് ചെയ്തു. പിന്നെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് നിഫ്റ്റി വീണ്ടും ബൗൺസ് ചെയ്തു. അപ്പൊ നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ ഹയർ ലെവലിലേക്കാണ് നമ്മളൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ പ്രത്യേകം അത് അപ്ഡേറ്റ് ചെയ്തതാണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് 800 അടുത്ത് അല്ലെങ്കിൽ 750, ഈ എക്സ്പയറി ഡേയിൽ നമ്മൾ പറഞ്ഞത് 750 മുതൽ തന്നെ നമുക്ക് തുടങ്ങാനാണ്. നമ്മൾ 750 റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നതാണ്. എക്സ്പയറി ഡേയുടെ ആ ഒരു വീഡിയോ നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. 750 റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് മുതൽ നിഫ്റ്റിയുടെ ഷോർട്ട് സെല്ലിന്റെ സാധ്യത. അതിനുശേഷം 800 അടുത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ 800 അടുത്തുനിന്ന് 888 മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. 24,888 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി സെല്ലേഴ്സിനെ വിട്ടുകൊണ്ട് ബയേഴ്സ് നിലനിൽക്കാനായിട്ടൊരു സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ ഇതിനൊരു മുകളിലേക്ക് ബ്രേക്ക് ചെയ്തെങ്കിൽ അത് നിലനിർത്തിയിരുന്നില്ല. എക്സ്പയറി ഡേയിൽ അവിടെ സംഭവിച്ചു നോക്കുക. കാരണം ഇതാണ് മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ. 888 റെസിസ്റ്റൻസ് ഏരിയ. ആ ഒരു ലെവലിൽ നിന്ന് ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് വന്നതിന് ശേഷം 800 സപ്പോർട്ട്, 750 സപ്പോർട്ടൊക്കെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിലനിർത്തുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇതാണ് നമുക്ക് എക്സ്പയറി ഡേയിൽ സംഭവിച്ചിരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് 24,666 ആണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു ലെവലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വേണമെങ്കിൽ 24,750 സപ്പോർട്ട് റെസിസ്റ്റൻസ്, 24,750 സപ്പോർട്ടിനോട് താഴെയാണ് ഓപ്പൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലില് ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. കാരണം അത് സപ്പോർട്ടിന്റെ ഒരു താഴെയാണ് അത്. നമ്മൾ പിന്നെ അതിന് ശേഷം ഉള്ളൊരു സപ്പോർട്ട് വരുന്നത് 24,666 ആണ്. ഈ ഒരു സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് തന്നെ ഇവിടെ നിന്നൊരു ബൗൺസ് ചെയ്തു. അതിനുശേഷം 805 റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഒരു പ്രഷർ വരാൻ നോക്കി. മാർക്കറ്റ് ഹെവി വോളറ്റൈൽ ആയിരുന്നു. പക്ഷെ എക്സാക്ട് ആയിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. 805 റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഒരു ക്വിക്ക് ഫാള് മാർക്കറ്റിൽ വന്നു. ക്വിക്കായിട്ടൊരു ഫാള് മാർക്കറ്റിൽ വന്നു. പക്ഷെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത ഈ ക്യാനില് നിലനിർത്തിക്കൊണ്ട് വീണ്ടും 805 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തു. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാനില് അത് എപ്പോഴും മാർക്കറ്റിൽ സപ്പോർട്ടായിട്ട് നിലനിർത്തും. അതിനുശേഷം 845 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു ആ ഒരു ക്യാനിലും. പിന്നെ അതിനുശേഷം 858 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. ഇതാണ് മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് സെയിം ക്യാനിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ 24,882 മുകളിൽ നമ്മൾ റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല. അപ്ഡേറ്റ് ചെയ്തിരുന്ന റെസിസ്റ്റൻസ് കുറച്ച് അകലെയാണ്. കാരണം ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിക്ക് 25,050 അടുത്ത് ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നിഫ്റ്റിയുടെ ഒരു കണക്ക് വരുന്നത്. അപ്പൊ നിഫ്റ്റി ആയാലും ഇതിന്റെ ഒരു മുകളിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം സഡൻ ആയിട്ടുള്ള ഒരു ബൗൺസ് ആണ് മാർക്കറ്റിൽ സംഭവിച്ചത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കാം, സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് മാനേജ് ചെയ്യാം. മാർക്കറ്റിന്റെ എന്തൊരു ന്യൂസ് ഉണ്ടെങ്കിലും സെല്ലേഴ്സിന്റെ മുകളിലേക്ക് ബയേഴ്സ് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ആ ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ വരും ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് സിറ്റുവേഷൻ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം
24,888 മുകളിൽ നിഫ്റ്റി ക്ലോസിംഗ് ലെവൽ നിലനിർത്തി. ക്ലോസ് ലെവൽ നിലനിർത്തുമ്പോൾ നിഫ്റ്റിക്ക് ലോങ്ങർ ടൈം ഫ്രെയിമിൽ 24,800 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് നിലനിർത്തിക്കൊണ്ടായിരിക്കും കുറച്ച് ദിവസത്തേക്കുള്ള ഒരു മാർക്കറ്റിന്റെ ഒരു മൊമെന്റം വരുന്നത്. ഇനി 25,050 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഈ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് 25,200 വളരെ ഈസി ആയിട്ട് 25,200 ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ഒരു മാർക്കിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ തന്നിരിക്കുന്നതാണ്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം വരുന്നത്. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിക്ക് ഇനി അടുത്ത ഫേസ് ചെയ്യേണ്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,050 ആണ്. 25,050 അടുത്ത് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇങ്ങനെയാണ് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് സോൺ വരുന്നത്. ഈ ഒരു രീതിയിലാണ് റെസിസ്റ്റൻസ് സോൺ വരുന്നത്. ഈ ഒരു ലെവലില് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഡെയിലി ക്യാൻഡിൽ സപ്പോർട്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് വന്നാലും 24,800 വരെ നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് നിലനിർത്താനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മൾ വരും ദിവസങ്ങളിലെ ലെവലുകൾ നൽകുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെ ഒരു ലെവലുകൾ നൽകുന്നത് മാർക്കറ്റിനെ പഠിച്ചിട്ടാണ്. ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റ് മൂവ് ചെയ്ത് നോക്കി ചെറിയ ടൈം ഫ്രെയിമിലും ബയേഴ്സും സെല്ലേഴ്സും ഏത് ലെവലിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് റെസിസ്റ്റൻസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ആക്യുറസി നമുക്കത് കിട്ടും. കൃത്യമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നിഫ്റ്റിക്ക് ഈ ഒരു ലെവൽ വരെ വളരെ സ്ട്രെങ്ത് ആയിരിക്കും. അതായത് 24,950 ഈ ഒരു ലെവൽ വരെ 24,950. അതായത് നിഫ്റ്റി ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും ഈ ഒരു ലെവൽ വരെ ബയേഴ്സിന്റെ ഒരു സ്ട്രെങ്ത് ആണ്. പക്ഷെ 950 താഴത്തേക്ക് ഒരു സസ്റ്റെയിൻ ചെയ്താൽ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിന്റെ ഒരു പ്രഷർ മാർക്കറ്റിൽ കുറയും. എപ്പോഴും മനസ്സിലാക്കേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രഷർ ഈ ഒരു ലെവൽ വരെയാണ് അതിൻ്റെ ഒരു പ്രഷർ നിലനിൽക്കുക. അതായത് അവിടുത്തെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയിട്ടാണ് നമുക്ക് ആ ഒരു പ്രഷർ നോക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നോക്കുക, ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഗ്രീൻ കേലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ചെറിയൊരു ഗ്രീൻ കേൽ അവിടെ ഫോം ചെയ്തു. അതായത് ഇതിന്റെ മുകളിലേക്ക്, ഇതിന്റെ ക്ലോസിംഗിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ ഈ സ്ട്രെങ്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് മുകളിലേക്ക് ബൗൺസ് ചെയ്യും. അതായത് ബയേഴ്സ് വളരെ സ്ട്രോങ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യരുത്. കാരണം ഇതിന്റെ മുകളിൽ നിലനിർത്തി, കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഇതിന്റെ മുകളിൽ നിലനിർത്തിയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ വളരെ സ്ട്രെങ്ത്തിൽ അത് മൂവ് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ക്യാനൽ ഫോം ചെയ്തു, ഇതിന്റെ താഴെ ഒരു റെഡ് ക്യാനൽ ഫോം ചെയ്തു, അതിനുശേഷം കണ്ട അപ്പൊ അതേ സിറ്റുവേഷനിൽ തന്നെയാണ് ഇവിടെ ഈ മാർക്കറ്റിൽ വർക്ക് ചെയ്യുക. ഇതുവരെ മൊമെന്റം, അതായത് ബയേഴ്സിന്റെ ഒരു മൊമെന്റം ലെവൽസ് ആയിരിക്കും ഈ ഒരു ലെവൽ വരെ. മുകളിലേക്ക് വളരെ സ്ട്രെങ്ത്തിൽ മൂവ് ചെയ്യാനുള്ള ഒരു മൊമെന്റം ലെവൽസ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ ബയേഴ്സിന്റെ മൊമെന്റം ഒന്നും പതുക്കെ സ്ലോ ആവും. സെല്ലേഴ്സ് മാർക്കറ്റ് ഏറ്റെടുക്കാൻ തുടങ്ങും. പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്ത് കയറാൻ ശ്രമിച്ചാലും സെല്ലേഴ്സിന്റെ ഒരു പ്രഷർ ആയിരിക്കും ഈ ഒരു ക്യാൻഡിന്റെ പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു പ്രഷർ ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റി ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ക്യാനല് സ്ട്രെങ്തോട് കൂടിയിട്ട്, വളരെ സ്ട്രെങ്തോട് കൂടിയിട്ട് അടുത്ത റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡെയിലി ക്യാനലാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് ഇൻട്രാഡേയിൽ അത് വോളറ്റൈൽ ആയിട്ടോ മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ രീതിയിൽ അത് വർക്ക് ചെയ്യുക. പക്ഷെ ഇത് ലോങ് ടൈം വ്യൂവിൽ അത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇപ്പൊ വരും ദിവസങ്ങളിലായാലും 950 താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ ഈ ക്യാൻഡിന്റെ സ്ട്രെങ്ത് കുറയും. അതിനുശേഷം അടുത്ത ഓരോ സപ്പോർട്ടിൽ നിന്നും ബൗൺസ് ചെയ്യുമെങ്കിലും മുകളിലേക്കുള്ള ആ ഒരു മൊമെന്റ്. അപ്പോൾ ഓരോ ദിവസത്തെ ഒരു ക്ലോസിങ് നമുക്കത് നോക്കിയിട്ടാണ്, ഡെയിലി ക്യാൻഡിലെ ക്ലോസിങ് നോക്കിയിട്ടാണ് ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റിൽ നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ച് എപ്പോഴും
മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിയെ മാനേജ് ചെയ്യാനുള്ള, ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇൻട്രാഡേ സപ്പോർട്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ഒരു മൊമെന്റം കിട്ടാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ 24,945. അപ്പോൾ നിഫ്റ്റിക്ക് 24,945 വരെ ബയേഴ്സിന്റെ ഒരു സ്ട്രെങ്ത് ആയിരിക്കും. ഇൻ കേസ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ടാണ് ഒരു സാധ്യത കൂടുതൽ. ഇവിടെ 24,975 കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഷോർട്ട് സെല്ല് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആണ്. കാരണം ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതും അത്ര ഒരു സേഫ് അല്ല. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കും. തുടക്കത്തിൽ എപ്പോഴും ഈ ഒരു ലെവലിൽ നിന്ന് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. ഷോർട്ട് സെൽ എപ്പോഴാണ് ചെയ്യുന്നത്? നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 24,945 താഴെയാണ് ഓപ്പൺ. താഴെയാണ് ഓപ്പൺ. ഓക്കെ, ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് കിട്ടിയാലും യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവൽ തന്നെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ തന്നെയാണ് സ്റ്റോപ്പ് ലോസ്. 24,900 അടുത്തേക്ക് ക്വിക്കായിട്ട് ടെസ്റ്റ് ചെയ്യും. ഈ ഒരു ലെവലിൽ നമുക്ക് സപ്പോർട്ട് കാണുന്നത് 24,900. പക്ഷേ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഇവിടെ നമുക്കൊരു 10 പോയിന്റ് ഡിഫറൻസിൽ 24,790 ആ ഒരു ഡിഫറൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈക്കാണ് സാധ്യത. ഈ ഒരു ലെവലിന്റെ ഇടയിലാണെങ്കിൽ 905 മുകളിലേക്ക് ഒരു കേരള ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക, ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന 905 സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 24,870 സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം സപ്പോർട്ട് വരുന്നത് 24,845 സപ്പോർട്ട് വരുന്നത്. അപ്പൊ നിഫ്റ്റിയിലും ഈ റേഞ്ചിലാണെങ്കിൽ നമുക്ക് ബൈയേഴ്സിനും ഒരു മൊമെന്റം കിട്ടാൻ ചാൻസ് കുറവാണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ബൈക്ക് തന്നെയാണ് സാധ്യത. പക്ഷെ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ നല്ല സപ്പോർട്ടിനുള്ള ഒരു എൻട്രിക്കാണ് എപ്പോഴും നല്ല മൊമെന്റം എപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പൊ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 24,065 റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. അപ്പൊ 24,065 താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് സാധ്യത. പക്ഷെ ഷോർട്ട്സിന്റെ പൊസിഷൻ കീപ്പ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് സേഫ് ആയിരിക്കും. കാരണം ഈ ഒരു ലെവല് ബയേഴ്സിന്റെ കയ്യിൽ കൺട്രോൾ ഉണ്ട്. ഈ ഒരു ലെവൽ വരെ ബയേഴ്സ് സപ്പോർട്ടിംഗ് ഒക്കെ ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന 24,065 മുകളിലാണെങ്കിൽ 24,050 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, ഇൻ കേസ് ഇവിടെ നിന്ന് ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ 24,050 ആയിരിക്കണം സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ലെവലൊക്കെ മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളാണ്. 110, 25, 120 ഇതാണ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിൽ എപ്പോഴും സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സബ് റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇവിടെ 25,065 25,050 താഴത്തേക്കാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, 25,050 താഴത്തേക്കാണ് വീക്ക്നെസ് വരിക. 25,100, 120 മുകളിൽ 25,200 റെസിസ്റ്റൻസ് വരുന്നത്. 25,200. അപ്പൊ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യുക. ഇൻ കേസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് ഏതെങ്കിലും റേഞ്ചിലേക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി യൂട്ടിലൈസ് ചെയ്യുക. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ മൊമെന്റം കാണിച്ചു തന്നത്, കഴിഞ്ഞ ദിവസത്തെ ഒരു മൂവ്മെന്റ് കാണിച്ചു തന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കൺജസ്റ്റ് ആയിട്ടുള്ള റേഞ്ചിലാണെങ്കിൽ, അതായത് വളരെ കൺജസ്റ്റ് ആയിട്ടുള്ള ഒരു റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു സപ്പോർട്ട് ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത്. ഓരോ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതിനനുസരിച്ചുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മറിച്ച് തരും. ഓക്കെ, മാർക്കറ്റ് വ്യവസായമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.